ഹായ് പീപ്പിൾ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കാനഡയിലോട്ട് മൂവ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഐ തോട്ട് ഐ ഹാഡ് എ പ്ലാൻ, ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫിഗറിങ് തിങ്സ് ഔട്ട് ആസ് ഐ ഗോ. ഐ എം സ്റ്റിൽ work in progress, still learning and definitely still confused sometimes, but I'm finding my way. This is my life in the city, lessons, the challenges, everything in between. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ എനിക്ക് അഡ്വൈസ് കിട്ടിയതും ഫിനാൻസിനെ കുറിച്ചാണ്. അതായത് പൈസ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. സാലറി കിട്ടിയ ഉടനെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണോ, അതോ നാട്ടിൽ ചിട്ടി കൂടണോ, അതോ ഇപ്പം ഞാൻ യങ് അല്ലേ, കുറച്ചൊക്കെ അടിച്ച് പൊളിക്കണ്ടേ, അത് ചെയ്യണോ, അതോ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇങ്ങനെ പല ഡൗട്ട്. ബിഫോർ ഐ ബിഗിൻ ഞാനൊരു ഫിനാൻഷ്യൽ പ്രൊഫഷണലൊന്നും അല്ല അഡ്വൈസ് അങ്ങനെ തരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റെപ്പ് 1, ക്രിയേറ്റിംഗ് ആൻ എമർജൻസി ഫണ്ട്. അതായത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരെ ഒരു ജോലി പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 to 4 months അല്ലെങ്കിൽ ഒരു 6 months റെൻറ്റ്, ഗ്രോസറീസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. വെറുതെ എത്രയും പൈസ കയ്യിലിരുന്നു കഴിഞ്ഞാൽ ചിലവായി പോകുന്നുള്ള പേടിയുണ്ടോ? വഴിയുണ്ടല്ലോ. നിങ്ങളൊരു ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങളുടെ യൂഷ്വൽ യൂസ് ചെയ്യുന്ന ചെക്കിംഗ് അക്കൗണ്ട് ഒന്നും അല്ലാണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്. അതാവുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എല്ലാം മന്തും ജനറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ പൈസ പെട്ടെന്ന് വെറുതെ കാണുമ്പോൾ അതും എടുത്ത് ചിലവാക്കിയേക്കാന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവത്തില്ല. സ്റ്റെപ്പ് 2, പേ ഓഫ് യുവർ ഡെപ്റ്റ്. ആസ് എ മിഡിൽ ക്ലാസ് ഗേൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ലോൺ എടുത്തും കടം മേടിച്ചും മുട്ടുസൂചി വരെ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കടം വിട്ടുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിലായാലും മതി, ഞാൻ എൻ്റെ A to Z കടങ്ങളെല്ലാം എഴുതി വെച്ച് ആക്ച്വൽ എമൗണ്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ കടം വിട്ടുന്ന പരിപാടി കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്നോബോൾ എങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ ബോളിൽ നിന്ന് അത് വലിയ ബോളായിട്ട് മാറില്ലേ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അങ്ങനെ ഓരോ കടങ്ങളും വിട്ട് വരിക എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ഡോപാമിൻ ഇഫക്റ്റ് ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് 3, സ്മാർട്ട് യൂസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. ഞാൻ യൂഷ്വലി എൻ്റെ എല്ലാ പേയ്മെൻറ്റ്സും ഗ്രോസറീസ് തൊട്ട് എൻ്റെ എല്ലാ ചെറിയ പേയ്മെൻറ്റ്സ് പോലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ മണി പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടി ഡ്യൂ വരുന്നതിന് മുന്നേ അടയ്ക്കാതെ ഞാൻ ബൈ വീക്ക്ലി സാലറി കിട്ടുന്ന സമയത്ത് ഒരു ഹാഫ് എമൗണ്ട് ഒരു ബൈ വീക്ക്ലി അടയ്ക്കും. അടുത്ത ഹാഫ് എമൗണ്ട് ലൈക്ക് ഡ്യൂ ഡേറ്റിന് മുന്നേ ഒരു 2-3 days മുന്നേ ഹാഫ് എമൗണ്ട് അടയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് പേയ്മെൻറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് സ്കോർ നല്ലതായിട്ട് കൂടുകയും ചെയ്യും. അതിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ബാങ്കിൻ്റെ ഫീസും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. കറൻ്റ്ലി എൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 800 ആണ്. അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്രെഡിറ്റ് സ്കോർ തന്നെയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു കാറോ വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സാങ്ഷൻ ആകാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് സ്കോർ നല്ല ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് 4, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനുശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസയും കണ്ടവൻ്റെ ഇന്ന് കടം മേടിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊക്കെ ഭയങ്കര മണ്ടത്തരാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വരുന്ന ഒരു പൈസ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ ഒത്തിരി പേര് എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പേ ചെക്ക് ടു പേ ചെക്ക്, വേറെ ഒന്നിനും വേറെ പൈസയില്ല, കയ്യിൽ കിട്ടുന്ന പൈസ അപ്പം തന്നെ ഓരോ ലോണും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് കയ്യിലൊന്നും മിച്ചമില്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസയില്ല. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചത്. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസസും പിന്നെ ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് എവിടെ ഓപ്പൺ ചെയ്യാം, അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ബിഗ് ബാങ്ക്സ് ലൈക്ക് RBC, CIBC ഇതുപോലത്തെ ബാങ്ക്സ് ഒക്കെ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.